നമസ്തേ ബച്ചോ. എല്ലാ 9th സ്റ്റാൻഡേർഡിലെ മക്കൾക്കും ഹിന്ദി ടീച്ചിങ് ഡെസ്കിലേക്ക് സ്വാഗതം. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ എടുത്തിരുന്നു, പക്ഷേ 9th ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാ മക്കളും കാണണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം 9th സ്റ്റാൻഡേർഡിൽ ആദ്യം തന്നെ ഒരു പോയമാണെന്ന് അല്ലേ? ആ പോയം എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാലോ? എന്തിനെക്കുറിച്ചാണ്? അമ്മയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അമ്മ എന്ന് പറയുന്നത് കാണപ്പെട്ട ദൈവമാണ്. പക്ഷേ ഇന്ന് ഈ കാണപ്പെട്ട ദൈവം വയസ്സാവുമ്പോൾ ഒരു വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടുവിടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ നരേന്ദ്ര പുണ്ടരിക് ഈ കവിതയിൽ അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ കവിതയിൽ പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നല്ലപോലെ സ്നേഹിക്കണം അല്ലേ? ഈ കവിതയിലൂടെയുള്ള സന്ദേശം തരണത് അതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ കവിതയിൽ പറയുന്നതെന്ന്. कविता का नाम पुल भनी दी माम. कवि का नाम क्या है? नरेंद्र पुंडरीक. ഇനി ഇതിൻ്റെ പ്രോക്തി ക്യാ ഹേ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും പ്രോക്തി എന്താണെന്ന്. അപ്പോൾ കഥയാണെങ്കിൽ കഹാനിയാണെങ്കിൽ കഹാനി എന്ന് എഴുതാം, ഉപന്യാസമാണെങ്കിൽ ഉപന്യാസ് എന്ന് എഴുതാം, കവിതയാണെങ്കിൽ കവിത എന്ന് എഴുതാം. അപ്പോൾ പുൽബനീതി മാം കവിതയാണോ കഹാനിയാണോ? അതിൻ്റെ പ്രോക്തി എന്താണ്? കവിത. അപ്പം നിങ്ങൾ ഏത് വന്നാലും കവിയുടെ പേരും പ്രോക്തിയും പഠിച്ചിരിക്കണം എല്ലാ പാഠത്തിലെയും, കേട്ടില്ലേ? അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഹെഡിങ് എന്താണ്? പുൽ ബനീതി മാം. എന്താണ് പുൽ എന്ന് പറഞ്ഞ അർത്ഥം? പുൽ എന്ന് പറഞ്ഞാൽ പാലം. അപ്പോൾ ഈ അമ്മയും പാലവും തമ്മിൽ എന്താ ബന്ധം? അതായത് അമ്മയെ ഒരു പാലം പോലെയാണ് ഇവിടെ കവി ഉപമിച്ചിരിക്കുന്നത്. പാലത്തിൻ്റെ വിശേഷത എന്താണ്? പാലം എന്ന് പറഞ്ഞാൽ എന്താ വിശേഷത? പാലം എന്ന് പറയുന്നത് രണ്ട് കരകളെ യോജിപ്പിക്കുന്നത് പാലമാണ് അല്ലേ? അതുപോലെ തന്നെ അമ്മ ഒരു വീട്ടിലുള്ള മക്കളെയും ആ വീട്ടിലുള്ള എല്ലാ എല്ലാ ആളുകളെയും യോജിപ്പിക്കുന്ന ഒരു പാലമാണ്. അതാണ് അമ്മയെ പാലമായിട്ട് കവി ഉപമിക്കാൻ കാരണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്താ പറയണതെന്ന് നോക്കാം അല്ലേ? അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 8 എടുത്തു വയ്ക്കുക. നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. हम भाइयों के बीच पुल बनी थी माम, जिसमें माँ ये दिन दौड़ती रहती थी बेधड़क, बिना किसी हरीलाल बत्ती के हम लोगों की चुक चुक चक चक. എന്താ പറയുന്നത്? ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി തി മാം. ആ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായിരുന്നു അമ്മ. അതായത് വീട്ടിലുള്ള സഹോദരങ്ങൾക്കിടയിൽ, ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിച്ചാലും തല്ലുകൂടിയാലും ആദ്യം ഓടിയെത്താറാണ്? അമ്മയാണ് അല്ലേ? അതുപോലെ ആ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലം പോലെയായിരുന്നു, പുൽപ്പാലം പോലെയായിരുന്നു അമ്മ. ജിസ്മേ മായേദിൻ ദൗഡ്തി രഹ്തി ബേഡടക്. അമ്മ ഉണ്ടായിരുന്ന ആ കാലത്ത് എങ്ങനെയാണ് അമ്മ നടന്നിരുന്നത്? ഓടി നടന്ന് തടസ്സമില്ലാണ്ട് പണി ചെയ്യുമായിരുന്നു. ബേഡടക് പറഞ്ഞാൽ ഒരു തടസ്സവുമില്ലാതെ മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുമായിരുന്നു. ബിനാ കിസി ഹരിലാൽ ബതീക്കെ ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. ഈ ചുക് ചുക് ചക് ചക് എന്ന് കേട്ടാൽ തന്നെ അറിയാം അത് ഏത് വണ്ടിയാണ് ഉപമിക്കുന്നത്? റെയിൽഗാഡി. റെയിൽഗാഡി പറഞ്ഞാൽ എന്താ അർത്ഥം? ട്രെയിൻ. അപ്പോൾ ഈ 2 വരിയിൽ കവി ഒരു ട്രെയിനെ ഉപമിക്കുകയാണ്. എന്താണ് ട്രെയിനെ ഉപമിക്കാൻ കാരണം? ഇവിടെ ട്രെയിനെ മക്കളുടെ ജീവിതവുമായിട്ടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. വളരെ നല്ല ഡീപ്പായിട്ടാണ് അത് ഉപമിച്ചേക്കണത് അല്ലേ? മക്കളുടെ ജീവിതം ഒരു ട്രെയിൻ പോലെയാണ്. റെയിൽഗാഡിക്ക് സമാൻ. ബച്ചോं की जिंदगी रेलगाड़ी के समान. കുട്ടികളുടെ ജീവിതം ഒരു ട്രെയിനിനെ പോലെയാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി എന്തിലൂടെയാണ് പോകുന്നത്? തീവണ്ടി എന്തിലാണ് പോകുന്നത്? പാലത്തിലൂടെയാണ് അല്ലേ? ആ പാലം മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി എന്തിലൂടെയാണ് പോകുന്നുണ്ടാവുക? അമ്മയാകുന്ന പാലത്തിലൂടെയാണ് പോകുന്നത്. അതാണ് ആ 2 വരിയിലെ അർത്ഥം. അല്ലാണ്ട് ഈ 2 വരിയിൽ ട്രെയിനിനെ കുറിച്ചിട്ട് ആ ട്രെയിനിൻ്റെ സിഗ്നൽ കാണിക്കാനുള്ള ഹരിലാൽ, ചുവപ്പ് പച്ച, ആ ട്രെയിനിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ആ 2 വരികൾ. അപ്പോൾ ആ 2 വരി അങ്ങനെ എഴുതിയെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം വളരെ ഡീപ്പായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോഴാണ് മക്കളാകുന്ന തീവണ്ടി അമ്മയാകുന്ന പാലത്തിലൂടെ അമ്മയാകുന്ന പാലത്തിലൂടെയാണ് കടന്നു പോയിരുന്നത്. അപ്പോൾ ഇത്രയും വരിയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏതൊരു കവിത എഴുതുമ്പോഴും നിങ്ങൾക്ക് ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ആദ്യം കവിയുടെ പേരെഴുതുക, പിന്നെ ആ പ്രോക്തി അല്ലേ, കവിത എങ്ങനെയുണ്ടെന്ന് എഴുതുക. അതായത് ഇസ് കവിത നരേന്ദ്ര പുണ്ടരിക കവിത ഹേ, അതൊരു പോയിൻ്റ് എഴുതുക.
പിന്നെ ഈസ് കവിത ബഹുത്ത് സുന്ദർ കവിത ഹേ, ഏത് കവിതയും നല്ലതാണല്ലോ, അപ്പോൾ നമുക്ക് അതൊരു പോയിന്റ് എഴുതാം. പിന്നെ ഇനി പറയാൻ പോണത് ഓരോ സ്റ്റാൻസേനും നിങ്ങൾ ഈ രണ്ട് സെൻറ്റൻസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒരു 5 സ്റ്റാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 സെൻറ്റൻസെങ്കിലും കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ തന്നെ ആദ്യത്തെ സ്റ്റാൻസേനെ എന്തെടുക്കാം? മാം പായോം കെ ബീച്ച് പുൽ ബനി തീ, പഹലെ മാം ദോഡ്ത്തി രഹത്തി തീ, പണ്ടമ്മ ഓടി നടന്ന് ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഓരോ സ്റ്റാൻസേനും ഈ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 10 സെൻറ്റൻസ് നമുക്ക് കിട്ടി. കൂടാണ്ട് 3 എണ്ണം നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യം, അപ്പോൾ 13 എണ്ണം ആയില്ലേ. അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങൾ ഓരോന്നും ലെക്ചർ നോട്ട് എഴുതുക. ഓരോ സ്റ്റാൻസേനും ഈ 2 പോയിന്റുകളും നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റാൻസയിലേക്ക് നമുക്ക് പോകാം. പിതാ കെ ബാദ് ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി മാം. അച്ഛൻ മരിച്ചതിന് ശേഷം സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായിരുന്നു ആ അമ്മ. അചാനക് നഹി ഡൂട്ടി ധീരെ ധീരെ ഡൂട്ടി രഹി. പെട്ടെന്നാണ് അമ്മയ്ക്ക് മറവി അനുഭവപ്പെട്ടു തുടങ്ങിയത്. ധീരെ ധീരെ ഡൂട്ടി രഹി, പതുക്കെ പതുക്കെ അമ്മയുടെ ഓർമ്മകളെല്ലാം പോയി തുടങ്ങി. ഹം ദേഖ്തേ രഹേ ഔർ മാൻതേ രഹേ. ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി തുടങ്ങി. എന്താണ്? ബൂട്ടാ രഹി ഹേ മാം, അമ്മ വയസ്സായി തുടങ്ങി. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ധീരെ ധീരെ ഡൂട്ട് രഹി ഹേ, പതുക്കെ പതുക്കെ മറവി എന്ന് അനുഭവപ്പെടാൻ കാരണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസ മനസ്സിലായല്ലോ. അതൊന്നും നമുക്ക് 2 പോയിന്റ് നോട്ട് ചെയ്ത് എഴുതി വയ്ക്കാം. ഒരെണ്ണം ഇത് എഴുതി കൂടെ, പിതാക്കെ ബാത്ത് ബായോക്കെ ബീച്ച് പുൽ ഹേ മാം അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 സെൻറ്റൻസ് എല്ലാ പാരഗ്രാഫൊന്നും എടുത്തെഴുതുക. പിന്നെ മാം ധീരെ ധീരെ ഡൂഡ്ത്തി രഹി, 2 സെൻറ്റൻസ് കിട്ടിയില്ലേ. അതുപോലെ ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. മാം കെ ബാർ ബാർ കഹനെ കോ ഹം മാൻകർ ചലത്തെ രഹേ. മാം കെ ബാർ ബാർ കഹനെ കോ, അമ്മ ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന്. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. അതെന്താ കാരണം? അമ്മയുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഹം മാൻകർ ചലത്തെ രഹേ, അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. എന്താണ്? ഉസ്കെ ബൂട്ടേ ഹോനേക്കെ ആദത്ത്, അമ്മ വയസ്സായതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാമെന്ന് മനസ്സിലായി. അപ്പനി ഹർ ആവാസ് മേം ധീരെ ധീരെ ഡൂഡ്ത്തി രഹി. അമ്മയുടെ ഓരോ ശബ്ദത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ എന്തായി തുടങ്ങിയെന്നാണ്? വയസ്സായി തുടങ്ങി. അമ്മയുടെ ഓർമ്മശക്തിയെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഇതൊന്നും നമുക്കൊരു ഇഷ്ടപ്പെട്ട 2 സെൻറ്റൻസ് എഴുതാം അല്ലേ. മാം ഏക്ക് ബാത്ത് ബാർ ബാർ കഹനെ ലഗേ, മാം കി ബൂട്ടേ ഹോനേക്കെ ആദത്ത് ഹോനെ ലഗി. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് നമുക്ക് എടുത്തെഴുതാം. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. हाथों हाथ रहती माम एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. हाथों हाथ रहती माം, കൈ പിടിച്ച് നമ്മളെ അല്ലേ പിച്ച വയ്ക്കുമ്പോൾ ആരാ കൈ പിടിച്ച് കൊണ്ടുപോകുന്നത്? നമ്മുടെ അമ്മയാണ് അല്ലേ. ആ കൈ പിടിച്ച് നടന്നിരുന്ന ആ അമ്മ ഇപ്പം എന്താ ഉണ്ടായത്? ഏക് ദിൻ ഹമാരെ കന്തോമേ മാഗയി, ഒരു ദിവസം ഞങ്ങളുടെ തോളിലായിന്. ഞങ്ങളുടെ തോള് പറയുമ്പോൾ മക്കളുടെ തോളിൽ ആയി. എന്താ കാരണം? അമ്മയുടെ കൈ ഇപ്പോൾ മക്കൾക്ക് പിടിക്കേണ്ടി വന്ന ഒരവസ്ഥയായി. അമ്മയ്ക്ക് വാർദ്ധക്യമായി, അമ്മയ്ക്ക് നടക്കാൻ പറ്റാണ്ടായി. മക്കളുടെ കൈ സഹായം ആവശ്യം വന്നു തുടങ്ങി. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം, പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പനെ വൃഷഭ കന്തോമേം, ഞങ്ങളുടെ ശക്തമായ തോളിൽ, മാം കാ ഭാരി ഹോന, അമ്മ ഒരു ഭാരമായി അനുഭവപ്പെട്ടു. മക്കൾക്ക് അമ്മയെ നോക്കാന്നുള്ളത് ഭാരമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അമ്മയ്ക്ക് മക്കളെ കൈ പിടിച്ച് നടക്കുന്നത് എന്തായിരുന്നു? അമ്മ വൈകുന്ന കാലത്ത് വളരെ സന്തോഷമായിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ ഈ സ്റ്റാൻസ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇതൊന്നും നമുക്ക് 2 സെൻറ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം അല്ലേ. അപ്പനെ വൃഷഭ കന്തോമേ മാംകോ ഭാരി ഹോന ലഗ അല്ലേ. അങ്ങനെ ഇഷ്ടമുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത സ്റ്റാൻസ. ജബ് തക് ജീവത് രഹി മാം ഹം ബദൽത്തെ രഹി അപ്നെ കന്തേം. ജബ് തക് ജീവിത് രഹി മാം, എത്ര കാലമാണോ അമ്മ ജീവിച്ചിരുന്നത്, ഹം ബദൽത്തെ രഹി അപ്നെ കന്തേ, ഞങ്ങൾ മാറി മാറി നോക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരു മക്കൾക്ക് നോക്കി മടുക്കുമ്പോൾ മറ്റൊരു മക്കൾക്ക് നോക്കാം. അങ്ങനെ അമ്മ മാറി മാറി നോക്കേണ്ട ഒരു അവസ്ഥ വന്നു. മാം ആക്കിർ മാം ഹി തോ ഹേ, അമ്മ അവസാനം അമ്മയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയായിരിക്കും? ബാർ ബാർ ഹമേ കന്തേ ബദൽത്തെ ദേക്കർ, അമ്മ ഇങ്ങനെ തട്ടി തട്ടി മാറ്റണ കണ്ടപ്പോൾ അവസാനം അമ്മ എന്തു ചെയ്തു? ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം, ഞങ്ങളുടെ തോളിൽ നിന്ന് അമ്മ പതുക്കെ ഇറങ്ങിപ്പോയി. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അമ്മ മരിച്ചുപോയി. അവർ മാം കെ കന്തോം സേ ഉദർത്തെ ഹി
ഉദർ ഖൈ ഹമാരെ കന്തേം. അങ്ങനെ അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് പതുക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയാണ് ഈ കവിത. നരേന്ദ്ര പുണ്ടരീക അമ്മയെക്കുറിച്ച് വളരെ അല്ലേ നമ്മുടെ മനസ്സിൽ തട്ടണ പോലെയാണ് ഈ കവിത രചിച്ചിട്ടുള്ളത് അല്ലേ. ആ അമ്മ പണ്ട് മക്കളുടെ പാലം പോലെ സംരക്ഷിച്ച ആ അമ്മ അവസാനം മക്കൾക്ക് നോക്കാൻ മടിയായി. ഒരു മക്കൾക്ക് നോക്കാൻ മടിയാകുമ്പോൾ മറ്റാളുടെ കയ്യിൽ പന്ത് തട്ടണ പോലെ അങ്ങനെ മാറി മാറി അമ്മയ്ക്ക് അവസാനം മനസ്സിലായി മക്കൾ ഒരു ഭാരമായി എന്ന്. അങ്ങനെ അമ്മ അവസാനം മരിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു എന്താ ലാസ്റ്റ് ഫീൽ ചെയ്യണത്, ഒരു ദുഃഖം ഫീൽ ചെയ്യൂ അല്ലേ. അപ്പോൾ ഇതാണ് ഈ കവിതയുടെ ആശയം. അപ്പോൾ ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പോൾ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.